ഗുരുവായൂരപ്പൻ നേരിട്ടെത്തി കണ്ട് ആസ്വദിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുരുവായൂരെ പ്രസിദ്ധമായ കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. എന്നാൽ ഈ കലാരൂപം ഉണ്ടായതിനു പുറകിലെ ദിവ്യമായ ഐതിഹ്യത്തെപ്പറ്റി അധികമാരും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഓരോ തവണ ഗുരുവായൂർ ചെല്ലുമ്പോഴും ഭഗവാനെപ്പറ്റി പറയാൻ എന്തെങ്കിലും ഒരു കഥ കിട്ടാതിരിക്കാറില്ല. കുറച്ചു കാലം മുൻപ് ഒരു ദിവസം രാത്രിയിൽ ഗുരുവായൂർ തങ്ങിയ സമയത്താണ് കൃഷ്ണനാട്ടം ആദ്യമായി കാണുന്നത്. പറയാതിരിക്കാൻ വയ്യ, എന്താ ആ കലാരൂപത്തിൻ്റെ ഒരു ഭംഗി! ഒരു സംഘം കലാകാരന്മാർ താളവാദ്യമേളങ്ങളുടെയും സംഗീത ആലാപനത്തിൻ്റെയും അകമ്പടിയോടെ വേദി നിറഞ്ഞാടുന്ന അതിമനോഹരമായ ദിവ്യമായ ഒരു കലാരൂപം. തീർച്ചയായും ഒരിക്കലെങ്കിലും ഗുരുവായൂർ പോയി അത് കാണുക തന്നെ വേണം. ഇപ്പോൾ പുറത്തേക്കുമൊക്കെ ഈ കലാരൂപം അവതരിപ്പിക്കുക പതിവുണ്ടെങ്കിലും ഭഗവാന്റെ സാന്നിധ്യമുള്ള ആ സന്നിധിയിൽ ഇരുന്ന് തന്നെ വേണം അത് കാണുവാൻ. ഭഗവാന്റെ അവതാരകഥകൾ ആടുന്ന ആ വേദിയിൽ കൃഷ്ണനാട്ടം ആസ്വദിച്ചുകൊണ്ട് കാണികളിൽ ഒരാളായി ഭഗവാനും ഉണ്ടാവുമത്രേ. പക്ഷേ ഈ കലാരൂപം വഴിപാടായി നടത്തുന്നതിൻ്റെ ഫലസിദ്ധി അത്ര നിസ്സാരവുമല്ല. കാരണം ഈ ഒരു കലാരൂപത്തിൻ്റെ ഉത്ഭവത്തിന് പിന്നിലുള്ള ദിവ്യമായ ആ ഐതിഹ്യം തന്നെ. പക്ഷേ അന്ന് അതിനെപ്പറ്റി കാര്യമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കൃഷ്ണനാട്ടത്തെപ്പറ്റി കൂടുതലായി മനസ്സിലാക്കാൻ സാധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവായൂരപ്പനോടുള്ള അചഞ്ചലമായ ഭക്തിയിൽ കോഴിക്കോട് സാമൂതിരിയായിരുന്ന മാനവേദരാജ രചിച്ച കൃഷ്ണഗീതി എന്ന സംസ്കൃത കാവ്യത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് കൃഷ്ണനാട്ടം. 12-ാം നൂറ്റാണ്ടിലെ ജയദേവരുടെ ഗീതാഗോവിന്ദത്തിനെ അടിസ്ഥാനമാക്കി ശ്രീകൃഷ്ണാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള ഭഗവാന്റെ അവതാര ലീലകളാണ് 8 കഥകളായി ചിട്ടപ്പെടുത്തി കൃഷ്ണനാട്ടത്തിൽ അവതരിപ്പിക്കുന്നത്. കൊല്ലവർഷം 829 തുലാം 30 ആയിരുന്നു അത്രേ ക്ഷേത്ര ഊരാളനും ഭക്തനുമായ മാനവേദരാജ കൃഷ്ണഗീതി പൂർത്തിയാക്കി ഭഗവാന് സമർപ്പിച്ചത്. പണ്ഡിത ശ്രേഷ്ഠരും അചഞ്ചല ഭക്തരുമായ വില്ലുമംഗലം സ്വാമിയാരും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുമൊക്കെ മാനവേദരാജയുടെ സമകാലികരായിരുന്നു. ഭട്ടതിരി നാരായണീയം രചിക്കുന്ന കാലത്ത് മാനവേദന് പ്രായം 5 വയസ്സ്. ഭഗവാന്റെ പ്രത്യക്ഷ ദർശനമാണ് ഈ കാവ്യരചനയ്ക്ക് കാരണമായി തീർന്നതത്രേ. ആ കഥ ഇങ്ങനെയാണ്. വില്ലുമംഗലം സ്വാമിയാരും മാനവേദരാജയും ഗുരുവായൂരിൽ ഭജനം നടത്തിയിരുന്ന കാലം പ്രത്യക്ഷ കൃഷ്ണദർശനവും അനുഭവിച്ച് ധ്യാനത്തിലിരിക്കുന്ന വില്ലുമംഗലത്തെ അദ്ദേഹം കണ്ടുമുട്ടി. ധ്യാനത്തിൽ നിന്നുണർന്ന വില്ലുമംഗലത്തോട് അവിടുന്ന് എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ണിക്കണ്ണൻ ഇതിലെ ഓടിക്കളിക്കുന്നതും കണ്ടിരിക്കുകയായിരുന്നു. ഇതു കേട്ട മാനവേദൻ ചോദിച്ചു, ഉവ്വോ, പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചില്ലല്ലോ, എനിക്കുകൂടി ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാൻ സാധിക്കുമോ? മാനവേദൻ തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് ഞാൻ ഭഗവാനോട് ചോദിച്ചിട്ട് പറയാം എന്നായി സ്വാമിയാർ. അടുത്ത ദിവസം മാനവേദനെ കണ്ടപ്പോൾ സ്വാമിയാർ അറിയിച്ചു, അങ്ങേക്ക് ഭാഗ്യമുണ്ട്, ഭഗവാൻ ദർശനം അനുവദിച്ചിരിക്കുന്നു. പിറ്റേന്ന് സ്വാമിയാർ പറഞ്ഞതുപോലെ മാനവേദൻ മതിൽക്കകത്ത് കൂത്തമ്പലത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന ഇലഞ്ഞിമര ചുവട്ടിൽ ഭഗവാനെയും പ്രാർത്ഥിച്ചിരിപ്പായി. ഇടയ്ക്ക് കണ്ണു തുറന്ന അദ്ദേഹം കണ്ടത് തന്നെയും നോക്കി പുഞ്ചിരിയോടെ മണ്ണുവാരി കളിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ്. ഭക്തിപാരവശ്യത്തോടെ വാരി പുണരാനായി തുടങ്ങിയതും പൊട്ടിച്ചിരിയോടെ ഭഗവാൻ അപ്രത്യക്ഷനായി. ദർശനം തരണമെന്നേ സ്വാമിയാർ എന്നോട് പറഞ്ഞുള്ളൂ, തൊടണമെന്ന് പറഞ്ഞിട്ടില്ല. കണ്ണൻ മാറിലോട് ഊർന്നിറങ്ങിപ്പോയ ഒരു അനുഭൂതിയും അദ്ദേഹത്തിനുണ്ടായി. ആ സമയം ഭഗവാന്റെ പീലിത്തിരിമടിയിൽ നിന്നും അടർന്നു വീണതാവാം ഒരു മയിൽപീലിയും അദ്ദേഹത്തിൻ്റെ കൈത്തണ്ടയിൽ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം ആ പീലി കൊണ്ട് ഒരു കൃഷ്ണകിരീടവും അവിടെ ഉണ്ടായിരുന്ന ഇലഞ്ഞിമരക്കൊമ്പ് ഉപയോഗിച്ച് ഒരു കൃഷ്ണവിഗ്രഹവും നിർമ്മിച്ചു. അങ്ങനെ ആ കൃഷ്ണവിഗ്രഹത്തെ ആ സൗരത്തിലിരുന്ന് പൂജിച്ചുകൊണ്ട് മാനവേദരാജ രചിച്ചതാണ് കൃഷ്ണഗീതി. ആ കൃഷ്ണകിരീടവും ശിരസിലണിഞ്ഞ് നൃത്തമാടുവാൻ തക്കവണ്ണം ഭാഗവതാനുസാരിയായ ശ്രീകൃഷ്ണകഥകൾ കോർത്തിണക്കിയ അതിമനോഹരമായ ശ്ലോകങ്ങളും സംഗീതസാന്ദ്രമായ പദങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂപം കൊണ്ടു. ഇതിൻ്റെ ദൃശ്യാവിഷ്കാരമാണ് ഗുരുവായൂരെ രാവുകളെ ധന്യമാക്കുന്ന ഭഗവാന്റെ ഇഷ്ട വഴിപാടുകളിലൊന്നായ കൃഷ്ണനാട്ടം. തുലാം 30 കൃഷ്ണഗീതി ദിനത്തോടനുബന്ധിച്ച് ഗുരുവായൂര് ഒരാഴ്ചക്കാലം കൃഷ്ണഗീതി പാരായണം നടത്താറുമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ വഴിപാടുകളിൽ ഒന്നുകൂടിയാണ് കൃഷ്ണനാട്ടം. കൃഷ്ണഗീതിയെ അഷ്ടപതി എന്ന് പറയുന്നത് പോലെയാണ് കൃഷ്ണനാട്ടത്തെ അഷ്ടപതി ആട്ടം എന്നും പറയുന്നത്. 8 ദിവസത്തെ കളിയാണ് കൃഷ്ണനാട്ടം. 8 നാഴി എണ്ണ, 8 തിരി, 8 കുട്ടികൾ, 8 നാഴിക നേരത്തെ കളി, 8 അരങ്ങ് പണം,
എന്നിങ്ങനെ 8 ചേർന്ന ഒരു കണക്കാണ് കൃഷ്ണനാട്ടത്തിലുള്ളത്. സാമൂതിരി രാജാവിൻ്റെ പടയാളികളിൽ കലാവാസനയുള്ളവരെ തിരഞ്ഞെടുത്തായിരുന്നു കൃഷ്ണനാട്ടം പണ്ട് സംഘടിപ്പിച്ചിരുന്നത്. പുരുഷന്മാർ തന്നെയാണ് സ്ത്രീവേഷവും കൈകാര്യം ചെയ്തിരുന്നത്. 50 മുതൽ 60 അംഗങ്ങൾ വരെ ഈ കൃഷ്ണനാട്ട സംഘത്തിൽ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് അവതരിപ്പിക്കാറ്. അവതാരം, കാളിയമർദ്ദനം, രാസക്രീഡ, കംസവധം, സ്വയംവരം, ബാണയുദ്ധം, വിവിധവധം എന്നിങ്ങനെ 8 കഥകളായിട്ടാണ് കൃഷ്ണനാട്ടത്തെ വിഭജിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലേതെങ്കിലും ഒരു കഥയെ ഒരു ദിവസം അവതരിപ്പിക്കുകയുള്ളൂ. 3 മുതൽ 4 മണിക്കൂർ വരെ സമയവും വേണം ഒരു കഥ അവതരിപ്പിക്കുവാൻ. ശുഭസൂചകമല്ലാത്തതിനാൽ സ്വർഗാരോഹണത്തിന് ശേഷം അവതാരം കൂടി ആടാറുമുണ്ട്. കൃഷ്ണനാട്ടത്തിലെ ഈ 8 കഥകൾക്കും 8 ഫലസിദ്ധിയാണ് പറയുന്നത്. സന്താനഭാഗ്യമാണ് ആദ്യ കഥയായ അവതാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം വിഷബാധയ്ക്കുള്ള ഔഷധമായാണ് കാളിയമർദ്ദനത്തെ കണക്കാക്കുന്നത്. രാസക്രീഡയാവട്ടെ ദാമ്പത്യസുഖവും കന്യകമാരുടെ ശ്രേയസ്സുമാണ് പറയുന്നത്. ശത്രുനാശമാണ് കംസവധ കഥ. വിവാഹം നടക്കാൻ സ്വയംവര കഥയാണ് ആടുന്നത്. ബാണയുദ്ധത്തിൻ്റെ ഫലമായി പറയുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിയും ശങ്കരനാരായണ പ്രീതിയുമാണ്. വിവിധവധം കഥയാടുന്നതുകൊണ്ട് കാർഷിക വാണിജ്യ അഭിവൃദ്ധിയും ദാരിദ്ര്യശമനവുമാണ് ഉദ്ദേശിക്കുന്നത്. മോക്ഷപ്രാപ്തിയാണ് സ്വർഗാരോഹണത്തിൻ്റെ ഫലമായി പറയുന്നതെങ്കിലും സ്വർഗാരോഹണം വഴിപാടായി നടത്തുന്നവർ അവതാരം കൂടി നടത്തിയാലേ അത് പൂർണ്ണമാകൂ എന്നാണ് പറയുന്നത്. സന്താനഗോപാല മന്ത്രം, സുദർശന മന്ത്രം, ശത്രുസംഹാരം, ശങ്കരനാരായണ സ്തുതി തുടങ്ങിയ മന്ത്രങ്ങളും സ്തുതികളുമൊക്കെ കൃഷ്ണഗീതയിൽ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് തന്നെയാവാം കൃഷ്ണനാട്ടത്തിൻ്റെ ഫലസിദ്ധിക്കുള്ള കാരണവും. നാടൻ കലകളെയും ജനകീയ കലകളെയും നൃത്തസംഗീതങ്ങളെയും ഒരുപോലെ കോർത്തിണക്കിയ ഒരു കാവ്യ സംസ്കാരമാണ് കൃഷ്ണനാട്ടത്തിൻ്റേത്. വർണ്ണാഭമായ രാഗമാലികകൾ കൊണ്ടും അതിന് യോജിക്കുന്ന ശ്ലോകങ്ങൾ കൊണ്ടും സംഗീതസാന്ദ്രമായ പദങ്ങളാലും അനുഗ്രഹീതമായ ഒരു കൃതിയാണ് കൃഷ്ണഗീതി. കൂടിയാട്ടത്തിൽ നിന്നും സ്വാംശീകരിച്ച അലങ്കാരവും വസ്ത്രരീതികളുമൊക്കെയാണ് കൃഷ്ണനാട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുക. കൃഷ്ണനാട്ടത്തിലെ പ്രധാന വാദ്യോപകരണങ്ങളാണ് ശുദ്ധമദ്ദളം, തൊപ്പിമദ്ദളം, ശംഖ്, ചേങ്ങില, ഇലത്താളം എന്നിവ. കൂടാതെ പൊന്നാനി, ശിങ്കിടി എന്നിങ്ങനെ 2 പാട്ടുകാരുമുണ്ടാവും. ഇന്നുള്ള കഥകളിയുടെ പല അംശങ്ങളും കൃഷ്ണനാട്ടത്തിൽ നിന്നും സ്വീകരിച്ചതാണ്. അതായത് ഒന്നിൽ കൂടുതൽ പാട്ടുകാർ, കിരീടാലങ്കാരം മുതലായവ. കൃഷ്ണനാട്ടത്തിലെ രംഗാവതരണ ചടങ്ങുകൾ കഥകളിയിലെ പോലെയാണെന്ന് പറയാം. കേളി, അരങ്ങുകേളി, തോടയം, പുറപ്പാട് എന്നീ ആദ്യ ചടങ്ങുകൾ കൃഷ്ണനാട്ടത്തിനുമുണ്ട്. കഥകളിയിലെ ചുവടുകളിലെ താണ്ഡവഛായയ്ക്ക് വിപരീതമായി കൃഷ്ണനാട്ടത്തിൽ ലാസ്യത്തിനാണ് പ്രാധാന്യം. കൃഷ്ണനാട്ടത്തിലെ സംഗീതം സാമവേദ ആലാപനത്തിനോടും കൂടിയാട്ടത്തിൽ ചാക്യാരുടെ സ്വരിക്കലിനോടും നേരിയ സാദൃശ്യമുണ്ട്. പക്ഷേ ഗുരുവായൂർ മതിലകത്ത് കേൾക്കാൻ കഴിയുന്നത് കഥകളി സംഗീതമാണ്. കേരളത്തിലെ സോപാന സംഗീത മാർഗമാണ് കൃഷ്ണനാട്ടത്തിൻ്റെയെന്ന് അഭിപ്രായവുമുണ്ട്. ശുദ്ധമദ്ദളവും തൊപ്പിമദ്ദളവും ഇലത്താളവും ചേങ്ങിലയും ചേർന്നുള്ള താളപ്രയോഗം കൃഷ്ണനാട്ടത്തിന് കൊഴുപ്പ് കൂട്ടുന്നു. കഥകളിയിലെ പോലെ പാട്ട് ആവർത്തിച്ച് പാടാറുമില്ല. കൃഷ്ണനാട്ടത്തിലെ വേഷവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയത് വില്വമംഗലം സ്വാമിയാരായിരുന്നു എന്നും ഐതിഹ്യമുണ്ട്. കിരീടത്തിനും മെയ്യാഭരണങ്ങൾക്കും കൂടിയാട്ട വേഷങ്ങളോട് സാദൃശ്യമുണ്ട്. ഗുരുവായൂരിൽ കൃഷ്ണനാട്ട വേഷങ്ങളെ കഥകളി വേഷങ്ങളോട് ഏകദേശം തുല്യമാക്കിയാണ് അവതരിപ്പിച്ചു വരുന്നത്. പ്രധാന സ്ത്രീവേഷങ്ങളായ ദേവകിക്കും രുക്മിണിക്കും രാധയ്ക്കും ചുട്ടിയുണ്ട്. ഏകദേശം 6 വയസ്സ് മുതലാണ് ആൺകുട്ടികളെ കൃഷ്ണനാട്ടം അഭ്യസിപ്പിച്ചു തുടങ്ങുന്നത്. 10 വർഷത്തെ നിരന്തരമായ അഭ്യാസവും വേണം. കർക്കിടക മാസ നാളുകളിൽ 40 ദിവസത്തെ ഉഴിച്ചിൽ, വെളുപ്പാൻകാലത്ത് 4 മണിക്ക് കണ്ണ് സാധകവും മെയ് സാധകവും, 1.5 മണിക്കൂർ നേരം ചുവട് സാധകം, കാലത്ത് 8 മണി മുതൽ 10 മണി വരെ അഭ്യാസം, വീണ്ടും കണ്ണ് സാധകം, താളം, വായ്ത്താരി എന്നിവ. തുടർന്ന് 3 മണി മുതൽ ചൊല്ലിയാട്ടം. വൈകുന്നേരം 6 മണിക്ക് ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് മുമ്പ് ക്ഷേത്രത്തിൽ ചെന്ന് നാമജപം ചെയ്ത് തൊഴുതിനു ശേഷം വീണ്ടും കളരിയിൽ പോയി അഭ്യസനം. ഇതാണ് കഠിനമായ ആ അഭ്യാസമുറ. ഗുരുവായൂരെ ഗണപതി ക്ഷേത്രത്തിന് സമീപമാണ് കൃഷ്ണനാട്ടം പഠിപ്പിക്കുന്ന കളരിയുള്ളത്. കൃഷ്ണനാട്ടം പണ്ട് കൊച്ചി രാജ്യത്ത് അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. പണ്ടുകാലത്ത് കൊച്ചി രാജാവും സാമൂതിരിയും തമ്മിൽ ശത്രുതയിലായിരുന്നു. ഇടയ്ക്ക് സൗഹൃദത്തിലായിരുന്ന കാലത്ത് അന്നത്തെ കൊച്ചി രാജാവ് കൊച്ചിയിൽ കൃഷ്ണനാട്ടം അവതരിപ്പിക്കാനായി ക്ഷണിച്ചു. കംസവധം ആടിയ ദിവസം കുവലയപീഠം രംഗത്ത് യഥാർത്ഥമായി ഒരു കൊമ്പനാനയെ കൊണ്ടു നിർത്തുവാൻ കൊച്ചി രാജാവ് ചട്ടം കെട്ടിയിരുന്നു. സാമൂതിരിയോടുള്ള അസൂയയും കൃഷ്ണനാട്ട കലാകാരന്മാരെ പരീക്ഷിക്കാനുമായിരുന്നു ഇത്. മധുരയുടെ ഗോപുരദ്വാരത്തിലെത്തിയ ഭാഗം ആടിക്കഴിഞ്ഞപ്പോൾ
കൃഷ്ണന്റെ വേഷം കെട്ടിയിരുന്ന നടന് ഒരാവേശമുണ്ടായി. ജീവനുള്ള ആനയുടെ കൊമ്പ് പറിച്ചെടുത്ത് കൃഷ്ണൻ കംസവധത്തിനായി രാജാവിന് നേരെ ചെന്നു. കാര്യം മനസ്സിലായ കളിയാശാൻ കൃഷ്ണന്റെ മുടി വേഗം അഴിച്ചെടുത്തതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്നും പറയപ്പെടുന്നു. എന്തായാലും അതിനുശേഷം വളരെ കാലം കൊച്ചി രാജ്യത്ത് കൃഷ്ണനാട്ടം ഉണ്ടായിട്ടുമില്ല. കൃഷ്ണനാട്ടത്തെ അനുകരിച്ചുകൊണ്ട് രാമകഥയെ ആസ്പദമാക്കി കൊട്ടാരക്കര തമ്പുരാൻ സൃഷ്ടിച്ച കലാരൂപമായിരുന്നു രാമനാട്ടം. രാമനാട്ടത്തിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തിയപ്പോൾ ഇന്നത്തെ കഥകളിയും ഉത്ഭവിച്ചു. കേരളത്തിലെ ആദ്യ നൃത്തനാടകമായി കണക്കാക്കുന്നതും കൃഷ്ണനാട്ടമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തന്മാരുടെ വഴിപാടായും ശ്രേഷ്ഠ കലാരൂപമെന്ന നിലയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും പുറം രാജ്യങ്ങളിലുമൊക്കെ കൃഷ്ണനാട്ടം അവതരിപ്പിച്ചു വരുന്നുണ്ട്. കൂടിയാട്ടം, അഷ്ടപതിയാട്ടം, പ്രാചീന ആയോധന ഗ്രാമീണ കലകൾ എന്നിവയെല്ലാം മാനവേദൻ ഈ കലാരൂപത്തിൽ സമന്വയിപ്പിച്ചിട്ടുണ്ട്. കഥകളിയുമായി ചില സാദൃശ്യങ്ങൾ പുലർത്തുന്ന കൃഷ്ണനാട്ടത്തിൻ്റെ സ്ഥായീഭാവം ഭക്തി തന്നെയാണ്. AD 1585 മുതൽ 1658 വരെയായിരുന്നു മാനവേദ രാജായുടെ ജീവിതകാലം. 1585 കോഴിക്കോട് സാമൂതിരി രാജകുടുംബത്തിലാണ് മാനവേദൻ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും ബാല്യകാലത്തെയും കുറിച്ച് അധികമൊന്നും അറിയില്ലെങ്കിലും ആനയത്ത് കൃഷ്ണപ്രസാരടി, ദേശമംഗലത്ത് വാര്യർ എന്നിവരിൽ നിന്നും അദ്ദേഹം വിദ്യാഭ്യാസം നേടിയതായി പറയുന്നുണ്ട്. അദ്ദേഹം ഒരു കാവ്യപ്രതിഭയായും ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായും വളർന്നു. അദ്ദേഹത്തിൻ്റെതായി 2 പുസ്തകങ്ങൾ മാത്രമേ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളൂ. ഒന്ന് കൃഷ്ണഗീതിയും മറ്റൊന്ന് പൂർവഭാരത ചമ്പുവുമാണ്. ഇവ രണ്ടും സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടതുമാണ്. AD 1766 മൈസൂരിലെ ഹൈദരാലിയുടെ ആക്രമണമുണ്ടായപ്പോൾ സാമൂതിരി കൊട്ടാരത്തിന് തീപിടിച്ച് മറ്റ് കൃതികളെല്ലാം നശിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൃഷ്ണഗീതി AD 1653 അദ്ദേഹത്തിൻ്റെ 68-ാം വയസ്സിൽ രചിക്കപ്പെട്ടതാണ്. AD 1658 അദ്ദേഹം തൃശ്ശൂരിൽ വെച്ച് അന്തരിക്കുകയും ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിന് തെക്ക് ഭാഗത്ത് പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിന് സമീപമാണ് അദ്ദേഹത്തെ സംസ്കരിച്ചത്. അവിടെ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. അനുഗ്രഹീതമായ ഈ കലാരൂപം ഗുരുവായൂർ ദേവസ്വം തന്നെയാണ് ഇപ്പോഴും പരിപാലിക്കുന്നത്. ഭക്തർ വഴിപാടായും നടത്തിവരുന്നു. Ma